പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിക്രം എസ്.ഐയെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ട് കാലിൽ പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ എന്നെ അടിക്കരുതെന്ന് 100 വട്ടം സാറിനോട് പറഞ്ഞതാ. സാർ അത് കേട്ടില്ല. പിന്നെ തന്നതൊന്നും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ല, അതിൻ്റെ ഇരട്ടിയായിട്ട് ഈ വിക്രം തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് സാബുവിൻ്റെ കാല് പിടിച്ച് തിരിക്കുന്നു. ഇതിനെല്ലാം ശേഷം എസ്.ഐ സാബു അഭിലാഷിനെ വിളിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് കൂട്ടുകാർ പറയാം, വല്ല പണി തരാനും ആയിരിക്കൂ. അഭിലാഷ് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞ ഫോൺ എടുക്കുന്നു. എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ എസ്.ഐ പറയുകയാണ്, അഭിലാഷേ അവനെ വെറുതെ വിടാൻ പാടില്ല, അവനെ ഇഞ്ച് പരുവാക്കണം, എങ്ങനെങ്കിലും അവന് 2 കൊടുക്കണം. അപ്പോൾ അഭിലാഷ് പറയുകയാണ്, ഓ സാറിന് പണി കിട്ടിയല്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവനങ്ങനെ വെറുതെ വിടുന്ന ഇനമല്ല. എനിക്കും മുമ്പ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ അവൻ ഇവിടെയും വന്ന് കുറച്ച് പണി തന്നതാ, എനിക്കും അത് തിരിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് എസ്.ഐ പറയുകയാണ്, നീ നാളെ തന്നെ പണി തുടങ്ങിക്കോ, നിനക്ക് സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ തന്നെയുണ്ട്, നീ ധൈര്യമായിട്ട് പണി തുടങ്ങിക്കോ. എന്തായാലും അവനെ ഇടിച്ച് ഇഞ്ച് പരുവാക്കണം, നീ അവനെ അങ്ങ് തീർത്തേക്ക്. അപ്പോൾ അഭിലാഷ് ചിരിച്ചുകൊണ്ട് പറയാം, അതൊന്നും നടക്കില്ല, അവൻ്റെ വാശിയുണ്ടല്ലോ, അവൻ തിരികെ വന്ന് നമുക്ക് പണി തരും. ഇത് കേട്ടിട്ട് സാബു പറയുകയാണ്, എങ്കിൽ പിന്നെ രാത്രി സമയത്ത് അവനെ അങ്ങ് തീർത്ത് കളഞ്ഞാലോ. അഭിലാഷ് പറയാം, തീർത്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം തിരിച്ചു വരാൻ, ഇല്ലെങ്കിൽ അവന് ജീവനുണ്ടെങ്കിൽ പിന്നെ അവൻ എന്ത് പണിയാണ് നമുക്ക് തരുന്നതെന്ന് അറിയാനേ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് എസ്.ഐ പറയുകയാണ്, എങ്കിൽ പിന്നെ വേറൊരു വഴിയുള്ളൂ, അവനെ എത്ര അടിച്ചാലും അവന് നോവില്ല, പക്ഷേ അവൻ്റെ കുടുംബത്തിൽ തൊട്ടാൽ അവന് വേദനിക്കും, അവൻ്റെ മനസ്സ് നോവണം. അവൻ്റെ മനസ്സ് നൊന്താൽ പതുക്കെ അവൻ്റെ ശരീരത്തെ നമുക്ക് നോവിക്കാൻ പറ്റും. അവൻ്റെ വീട്ടുകാരെ തൊട്ടാലുണ്ടല്ലോ അവന് നോവും. അങ്ങനെ കളി നമുക്ക് അവനെ പഠിപ്പിക്കാം. ഇത് കേട്ടിട്ട് അഭിലാഷ് പറയാം, ഇതാവുമ്പോൾ ഞങ്ങൾ 2 അടിച്ച് ചേരുത്തല്ലാവും, വീട്ടുകാരെ തൊടുമ്പോൾ കളി വേറെ ലെവലാവും, പക്ഷേ സാറ് കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ എസ്.ഐ പറയുകയാണ്, ഞാൻ കൂടെ തന്നെ ഉണ്ട്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, കട്ടയ്ക്ക് കൂട്ടിന് ഞാനുണ്ട്, എൻ്റെ തൊപ്പി പോയാലും വേണ്ടില്ല, ഞാൻ നിൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറയുമ്പോൾ അഭിലാഷ് പറയാം, തൊപ്പി പോയ പോലീസും കുരയ്ക്കാത്ത പട്ടിയും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ എസ്.ഐ പറയാം, എന്താടാ പറഞ്ഞത്. അഭിലാഷ് പറയാം, ഞാൻ സാറിനെ കളിയാക്കിയതല്ല, സാറിൻ്റെ തൊപ്പി എന്നും ആ തലയിൽ തന്നെ ഉണ്ടാവണം, എന്നാലല്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും സാറിന് എന്നെ രക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ നാളെ തന്നെ ഞാൻ കളി തുടങ്ങിയാലോ. അപ്പോൾ എസ്.ഐ പറയുകയാണ്, നിനക്ക് കട്ടയ്ക്ക് കൂട്ടിന് ഞാനുണ്ട്, നീ നാളെ തന്നെ പണി തുടങ്ങിക്കോ. ഇതൊക്കെ കേട്ടിട്ട് അഭിലാഷ് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് മാഷ് പുറത്തേക്ക് വരുമ്പോൾ വിനയനും വിശ്വനും സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. മാഷ് നോക്കുന്ന കണ്ടപ്പോൾ വിനയൻ പറയാം, അത് പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചുകൊണ്ടിരുന്നത് സാച്ച. അപ്പോൾ വിശ്വൻ്റെ അടുത്ത് ചോദിക്കുക, അത് പിന്നെ ചായ കുടിക്കായിരിക്കും. വിശ്വൻ പറയാം, ചായ കുടിച്ചതല്ല, ഒരു കുളിര്, അതുകൊണ്ട് ഞാൻ ഒരു കാപ്പി ഇട്ട് കുടിച്ചതാ. അപ്പോൾ മാഷ് പറയാണ്, ഇരുന്ന് പിത്തം വന്നാൽ അങ്ങനെയൊക്കെ കുളിര് തോന്നും. എന്നിട്ട് മാഷ് പുറത്തേക്ക് പോയിട്ട് തൂമ്പ എടുക്കുന്ന കാണുമ്പോൾ വിശ്വൻ ചോദിക്കുക, അല്ല അച്ഛൻ ഇത് എന്താ ചെയ്യുന്നേ. മാഷ് പറയാം, ചുമ്മാ ഇരുന്നപ്പോൾ മണ്ണ് മാതി കളിക്കാന്ന് വിചാരിച്ചു. അല്ല മാഷ് നോക്കുമ്പോൾ അവിടെ തുണി കഴിയെ വെള്ളം തളം കെട്ടി കിടക്കുന്നു. മാഷ് പറയാം, അല്ല ഈ വെള്ളം ഒന്ന് പുറത്തേക്ക് ഓടയിലേക്ക് കളയാൻ, ആ ബ്ലോക്ക് മാറ്റാൻ ഇവിടെ ആരും ഇല്ലല്ലോ അല്ലേ. ഓ നിനക്ക് പിന്നെ കുളിരല്ലേ, നീ ചുക്ക് കാപ്പി കുടിക്ക്, പിന്നെ വേറെ എന്ത് പണിയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ കേട്ടിട്ട് ശ്രീജയ്ക്ക് സങ്കടമാവുന്നുണ്ട്. പെട്ടെന്ന് അമ്മയാണെങ്കിൽ തലയിൽ ചാണകപ്പൊടി വെച്ചുകൊണ്ട് വരുന്നു. പെട്ടെന്ന് മാഷേ എന്ന് വിളിച്ചിട്ട് അമ്മ അവിടെ കുഴഞ്ഞു വീഴുകയാണ്. അങ്ങനെ മാഷ് ശ്രീജയെ ഓടി വന്നിട്ട്, എന്താ അമ്മേ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അമ്മ പറയുകയാണ്, അത് പിന്നെ ആ ചാണകപ്പൊടി എടുത്തു വെച്ചിട്ട് തങ്കം കുറേ ദിവസമായിട്ട് വിളിക്കുന്നു, ഇവിടെ ആരാ ഒന്ന് പോയി എടുക്കാൻ. ഞാൻ അത് പോയി എടുത്തിട്ട് വന്നതാ. തലയിൽ ചുമന്നുകൊണ്ട് വന്നപ്പോഴത്തേക്കിന് എനിക്ക് അങ്ങ് തല ചുറ്റുന്ന പോലെ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാഷ് പറയുകയാണ്, നിനക്കിത് അവിടെ വെച്ചാൽ പോരായിരുന്നോ, ഞാൻ പോയി എടുക്കില്ലേ. അങ്ങനെ ഈ സമയം വേദയും നന്ദിനി എല്ലാവരും ഓടി വരികയാണ്. മാഷ് വെള്ളം എടുത്തിട്ട് വരാൻ പറയുമ്പോൾ വേദ ഓടിപ്പോയി വെള്ളം എടുക്കാൻ പോകുന്നു. ഇതൊന്നും നന്ദിനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. വേദ വെള്ളമായിട്ട് വരുമ്പോൾ വെള്ളം കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നന്ദിനി വെള്ളം അമ്മയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും അമ്മയോട് പറയുന്നുണ്ട്, ആശുപത്രി പോയേ പറ്റൂ, നമുക്ക് കൊണ്ടുപോയി കാണിക്കാം, തല ചുറ്റലല്ലേ. അമ്മ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ മാഷ് പറയുകയാണ്, അതുകൊണ്ടായിരിക്കും 10-15 ഗുളിക ഒരു ദിവസം തന്നെ കഴിക്കുന്നത്, എന്തായാലും ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. അപ്പോൾ അമ്മ പറയുകയാണ്, ഹോസ്പിറ്റലിൽ പോയാൽ ഒരുപാട് പൈസയാവും. ഇത് കേട്ടിട്ട് വിശ്വം പറയാം, പിന്നെ പൈസ എന്താ പൂട്ടി വെക്കാനാണോ, ആരോഗ്യമല്ലേ നോക്കേണ്ടത്, പൈസ അങ്ങോട്ട് ചിലവാക്കണം. ഇത് കേട്ടിട്ട് അമ്മ പറയാം, അത് പിന്നെ നീ കൊണ്ടുവരുന്ന പൈസയെല്ലാം കൂട്ടി വെച്ചേക്കും അമ്മ, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ. ഇത് കേൾക്കുമ്പോൾ വിശ്വനും ശ്രീജയ്ക്കും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. വേദ പറയാം, അമ്മ ഡോക്ടറെ ഒന്ന് പോയി കാണുന്നത് നല്ലതല്ലേ, പോയിട്ട് വാ. അപ്പോൾ പെട്ടെന്ന് വിനയം പറയാം, അതെ അമ്മേ, ഈ വരുന്ന വഴിയിലെങ്ങാണം വീണായിരുന്നെങ്കിലോ, ഗതി എന്തായനെ. ഇത് കേട്ടിട്ട് നന്ദിനി പറയാം, പരഗതി ആയനെ. അപ്പോൾ എല്ലാവരും നന്ദിനിയെ തന്നെ നോക്കുന്നുണ്ട്. നന്ദിനി പെട്ടെന്നല്ല, ഞാൻ വേറെ രീതിയിലൊന്നുമല്ല, ഞാൻ പറഞ്ഞു പോയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എല്ലാവരും തുറച്ചു നോക്കുകയാണ് നന്ദിനി. പിന്നെ മാഷും ശ്രീജയും വേദയും എല്ലാവരും ചേർന്ന് അമ്മയെ നിർബന്ധിക്കുന്നു. അപ്പോൾ അമ്മ പറയാം, ആരും എന്നെ പിടിക്കണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല, എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞ അമ്മ
അകത്തേക്ക് പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീജ വിശ്വത്തിനോട് ചോദിക്കുക, അല്ല വിശ്വേട്ടൻ ഒരുങ്ങുന്നില്ലേ, അമ്മയുടെ കൂടെ പോകുന്നില്ലേ, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനെല്ലാം അച്ഛൻ ഓടി കിടക്കാൻ പറ്റുമോ, വിശ്വേട്ടനൊന്ന് കൂടെ ചെല്ലേ. അപ്പോൾ വിശ്വം പറയാം, കൂടെ പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ കയ്യിൽ ഒരു പോലും എടുക്കാനില്ല. അപ്പോൾ ശ്രീജ പറയാം, അതിൻ്റെ ആവശ്യമില്ല, അച്ഛനൊന്നും ചോദിക്കില്ലല്ലോ. അപ്പോൾ വിശ്വം പറയാം, പിന്നെ എല്ലാവരുടെയും മുമ്പ് വെച്ച് കളിയാക്കാനല്ലേ. അപ്പോൾ ശ്രീജ പറയാം, ദേ നിങ്ങൾ പോകുന്നില്ല അല്ലേ, നിങ്ങളെ എടുത്ത് വളർത്തി ഇത്രയും വലുതാക്കിയത് ആ അമ്മയെ ഇപ്പം 3 നേരം വെച്ച് വിളമ്പി തരുന്നത് ഒന്നും നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് ശ്രീജ അവിടെ നിന്ന് പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വിനയനാണെങ്കിൽ അമ്മയുടെ കൂടെ പോകാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇങ്ങനെ തയ്യാറെടുക്കുമ്പോൾ പെട്ടെന്ന് നന്ദിനി അവിടേക്ക് എന്നിട്ട്, അല്ല ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിനയനെ പിടിച്ചിട്ട് നോക്കിയിട്ട് പറയാം, അല്ല ഈ പോക്കറ്റിൽ എന്താ. അപ്പോൾ വിനയം പറയാം, അത് 2000 രൂപ, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ചിലവായാലോ. അപ്പോൾ നന്ദിനി പറയാം, ആ ചിലവാവും, വിശ്വേട്ടൻ ചിലവാക്കില്ലേ. ഇത് കേട്ടിട്ട് വിനയം പറയാം, അതിന് വിശ്വേട്ടൻ്റെ കയ്യിൽ നിന്ന് എവിടാ പണം, അച്ഛനറിയാലോ വിശ്വേട്ടൻ്റെ കയ്യിൽ ഒന്നും കാണില്ല എന്ന്. അപ്പോൾ നന്ദിനി പറയാം, എങ്കിൽ ഇളയ മകൻ കൊടുക്കട്ടെ. ഇതെല്ലാം കേട്ടിട്ട് വിനയം പറയാം, അതെങ്ങനെയാ, വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ പൈസ വാങ്ങില്ലല്ലോ, അപ്പോൾ ഒരു മക്കളും കൊടുക്കില്ല, അപ്പം നിങ്ങൾ എന്തിനു കൊടുക്കണം. നിങ്ങൾ ഈ 2000 രൂപ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി, വേണമെങ്കിൽ ഈ 200 രൂപ കയ്യിൽ വെച്ചോ, നിങ്ങളുടെ അച്ഛൻ അത്ര ദരിദ്രനൊന്നും ആയിട്ടില്ല, പിന്നെ ഓട്ടോ കൂലി നിങ്ങൾ കൊടുത്തേക്ക്, നമ്മളൊന്നും ചെയ്തില്ലെന്ന് ആരും ഒന്നും പറയില്ലല്ലോ. അടുത്തായിട്ട് കാണിക്കുന്നത് വിക്രം ആണെങ്കിൽ വർക്ക്ഷോപ്പിലിരുന്ന് ഉറക്കം, എല്ലാവരും വിക്രമിനെ കളിയാക്കുന്നുണ്ട്, ഇവനെന്താ ഇവിടെ ഇരുന്ന് എത്ര സൗണ്ട് കേട്ടാലും നല്ല ഉറക്കം. അപ്പം ആശാൻ പറയുകയാണ്, അതിലിപ്പോൾ വീട്ടിൽ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ഈ സമയം വേദയാണെങ്കിൽ വിക്രത്തിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം വന്നിട്ട് വിക്രം ഫോൺ എടുത്തിട്ട്, എന്താടി വേദാളം വെക്കടി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. വേദ പറയുന്നത് പോലും വിക്രം കേൾക്കുന്നില്ല. വേദ വീണ്ടും വിളിക്കുമ്പോൾ വിക്രം ആണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടക്കുകയാണ്. അമ്മയും അച്ഛനും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ വിനയനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് എന്തോ വസ്തു കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. ഈ സമയം അമ്മ ചോദിക്കുക, അല്ല വിശ്വ നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ. അപ്പോൾ വിശ്വം പറയാം, ഇല്ല, എനിക്ക് ജോലിയുടെ ആവശ്യത്തിന് ഒരാളെ കാണാനുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് വിശ്വ അകത്തേക്ക് പോകുന്നു. അപ്പോൾ മാഷ് ചോദിക്കുക, അല്ല നിനക്ക് എൻ്റെ കൂടെ വരുന്നതിന് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ. അപ്പോൾ അമ്മ പറയാം, ഒന്നുമില്ല മാഷേ, ഞാൻ മാഷിൻ്റെ കൂടെ തന്നെ വരുന്നേ, പിന്നെ അവൻ ഇവിടെ നിന്നത് കൊണ്ട് മാത്രം അവനോടൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് നന്ദിനി പറയാം, ദേ വിനയേട്ടൻ വരാനായിട്ടിരുന്നതാ, ഈ കച്ചവടം വന്നതുകൊണ്ടാ. അപ്പം മാഷ് പറയുകയാണ്, പിന്നെ നീ അവനെ ബ്രോക്കർ ഫീസൊക്കെ കിട്ടുന്നതെന്ന് നോക്കണം, ഇതിൻ്റെ ഇടയിലെല്ലാം അവനത് മറന്നു പോയാലോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വേദ പറയാം, ഞാൻ വിക്രമിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല അമ്മേ. അപ്പോൾ മാഷ് പറയാം, എന്തിന്, അവനെ എന്തിനു വിളിക്കണം, ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം എൻ്റെ ഭാര്യയെ നോക്കാൻ എനിക്കറിയാം, വേറെ ഒരുത്തൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാഷ് ഭാര്യയെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കണ്ടിട്ട് നന്ദിനി നിന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ശ്രീ ചോദിക്കാം, നീ എന്തിനെങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ നന്ദിനി പറയാം, അത് പിന്നെ ഇവള് വലിയ ഷോ കാണിക്കാൻ ചെന്നതാ, എന്നിട്ട് എന്തായി, ഇങ്ങനെ തന്നെ കിട്ടണം. ഈ സമയത്താണോ ചിരിക്കുന്നതെന്ന് ചോദിച്ച് ശ്രീജ വഴക്ക് പറയുമ്പോൾ നന്ദിനി പറയാം, ഏത് സമയത്ത് വേണമെങ്കിലും ചിരിക്കും, ഇവക്ക് എന്ത് പണി കിട്ടിയാലും ഞാൻ ചിരിക്കും എന്ന് പറഞ്ഞ് പൊട്ടി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. അപ്പോൾ ശ്രീജോരെ ഇവളുടെ ചില സമയത്ത് സ്വഭാവം കണ്ടാൽ എനിക്ക് ദേഷ്യം വരുന്നു, എന്ത് സ്വഭാവം ഇവക്ക് ഇത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് വേദ പറയാം, എനിക്കിതൊക്കെ കണ്ടിട്ട് പാവമാണ് തോന്നുന്നത്. ശ്രീജോയ്ക്ക് പാവോ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വേദ പറയാം, അത് പിന്നെ ബുദ്ധിയും വിവരവും ഇല്ലാത്തവരോട് നമ്മൾ ദേഷ്യം കാണിക്കാൻ പാടില്ല, അവരോട് സിമ്പതിയാണ് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് മാഷും അമ്മയും കൂടി ഓട്ടോ വിളിച്ച് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നത് അഭിലാഷിൻ്റെ കൂടെയുള്ള ഒരു ചെക്കൻ കാണുന്നു. ഇത് കണ്ടിട്ട് അയാൾ വിളിച്ച് ഉടനെ തന്നെ അഭിലാഷിനോട് പറയാം, ദേ നമുക്ക് പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്, ആ വിക്രമിൻ്റെ അച്ഛനെ അമ്മയും അവരെ എങ്ങോട്ടോ പോകാനായിട്ട് ഇറങ്ങിയതാ, അവരെ ഫോളോ ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അഭിലാഷ് പറയാം, വേണം, ഇപ്പം തന്നെ നീ അവരുടെ പുറകെ പോ, എങ്ങോട്ടാ പോകുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ വിളിച്ചു പറയണം. അങ്ങനെ ആ ചെക്കനാണെങ്കിൽ അവരുടെ പുറകെ ഓട്ടോയുടെ പുറകെ ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരുന്നു. വേദയാണെങ്കിൽ വിക്രമിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ വിക്രം നോക്കുന്നതായിട്ട് വേദ പറയാം, നോക്കണ്ട, ഞാൻ ഈ മുറിയിൽ സ്ഥാനം പിടിക്കാൻ വന്നതൊന്നും അല്ല, ഞാൻ വിളിച്ചിട്ട് നിങ്ങളെന്താ ഫോൺ എടുക്കാഞ്ഞത്. അപ്പോൾ വിക്രം പറയാം, നീ എന്തിനാ എന്നെ കിടന്ന് വിളിക്കുന്നത്, എനിക്കത് ഇഷ്ടമല്ല, ദേ ഇനി മേലാൻ അങ്ങനെ വിളിച്ചു പോരുത്. അപ്പോൾ വേദ പറയാം, ഞാനേ അമ്മയ്ക്ക് വയ്യായിക അത് പറയാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത്. അപ്പോൾ വിക്രം പറയാം, അമ്മയ്ക്ക് എന്താ പറ്റിയേ, എന്താ അമ്മയ്ക്ക് എന്താ. അപ്പോൾ വേദ പറയാം, അത് പറയാനാണ് നിങ്ങളെ വിളിച്ചത്, നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ലായിരുന്നല്ലോ, അമ്മയുടെ കൂടെ പോകാൻ വേണ്ടിയാ നിങ്ങളെ വിളിച്ചത്, നിങ്ങളാണെങ്കിൽ ഫോൺ എടുത്തതുമില്ല. അപ്പോൾ വിക്രം ചോദിക്കുക, എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ. അങ്ങനെ വേദ നടന്ന കാര്യങ്ങളെല്ലാം വിക്രമിനോട് പറയുന്നു. അപ്പോൾ വിക്രം പറയാം, അല്ല വിശ്വേട്ടനും വിനയേട്ടനും പോയില്ലേ. അപ്പോൾ വിനയേട്ടൻ എന്തോ ഒരു ബ്രോക്കർ പണിയുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയി, പിന്നെ വിശ്വേട്ടൻ കയ്യിൽ കാശില്ലാഞ്ഞിട്ടാവും ഒന്നും മിണ്ടാതെ ഇവിടെ തന്നെ നിന്നത്, അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഫോൺ ചെയ്തത്, നിങ്ങളാണെങ്കിൽ ഫോൺ എടുത്തതുമില്ല, ഞാൻ കൂടെ പോകാന്ന് വെച്ചാൽ അച്ഛൻ എന്നെ കൂടെ കൊണ്ടുപോയില്ല. വിക്രം പറയാം, ഞാൻ വന്നാലും അച്ഛൻ കൂടെ വരണ്ടാന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ വേദ പറയാം, ഞാൻ അമ്മയും കൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ വിക്രം പറയാം, അതൊരിക്കലും നടക്കില്ല, നിന്നെ പോലെ എന്നെ ജയിക്കാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വന്നതല്ല അമ്മ,
അമ്മയും അച്ഛനും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരുടെ ഇടയിലേക്ക് നമുക്കൊന്നും ചെല്ലാനേ പറ്റില്ല. അവരുടെ സ്നേഹം അതുപോലെയാണ്. അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അമ്മയെ നോക്കാൻ അച്ഛനറിയാം. അവർക്കിടയിലേക്ക് നമ്മൾ ചെല്ലേണ്ട ആവശ്യമില്ല. അപ്പോൾ വേദ പറയാം, എന്നാലും നിങ്ങളെ ഇത്രയും നാളും വളർത്തിയ നിങ്ങളുടെ അമ്മയല്ലേ, നിങ്ങൾ ആ മക്കളെ കൊണ്ട് ആ അമ്മയ്ക്ക് ഒരു ഗുണവുമില്ലല്ലോ. വിനയേട്ടൻ്റെ വിശ്വേട്ടൻ്റെ കാര്യം പിന്നെ അച്ഛന് നന്നായിട്ട് അറിയാം. പക്ഷെ അതുപോലെയല്ല, നിങ്ങളുടെ കാര്യത്തിൽ അച്ഛനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഇപ്പോഴും അച്ഛൻ്റെ കണ്ണുകളിലുണ്ട്. നിങ്ങൾക്ക് പക്ഷേ എന്താ സംഭവിച്ചത് എന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രം പറയാം, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, അതൊക്കെ എൻ്റെ കുടുംബമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വേദ പറയാം, ഇത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും ചോദിച്ചതല്ല. ആ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഉള്ളൂ അത് പരിഹരിക്കാൻ പറ്റൂ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു, എന്നായാലും ഞാൻ ആ സത്യം അറിഞ്ഞിരിക്കും. നോക്കിക്കോ. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്